പറഞ്ഞ കളരിയില് ഒരു മർമ്മണ്ട്. വിരലിങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് എതിരാളിയുടെ വയറ്റിലേക്ക് കൊടുക്കുക. എന്നാലോ അപ്പൊ ആ എന്താ അയാൾ കഴിച്ച ഭക്ഷണത്തിന്റെ ഗ്യാസും ഇതൊക്കെ ഉണ്ടായി. അതിങ്ങനെ എവിടുന്ന് ഈ നല്ല ഐറ്റംസ് കിട്ടിയത് അത് ഈ 2-3 സീനിലൊക്കെ ഞാൻ കണ്ടു തന്നെ. പക്ഷെ എന്നാലും മാർഷൽ ആർട്സ് കളരി മേഖലയോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ് അല്ലേ? ഇത്രയും ശാരീരികമായ സ്വാധീനക്കുറവുണ്ടായിട്ട് പോലും കളരിയോടൊക്കെ വല്ലാത്ത അടങ്ങാത്ത ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. മുഹബത്താണ്. മാഷാ അല്ലാ മാഷാ അല്ലാ. ഒരുപാട് ആഗ്രഹം. ഈ ട്രഡീഷണൽ സമ്പ്രദായം കളരിയെ ഇത്ര നെഞ്ചിലേറ്റാൻ റാഷിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രചോദനം എന്താണ്? കാരണം വളരെ നല്ലതാണ്. അതൊരു സ്ത്രീകൾക്കും വേണം. അത് മാത്രമല്ല ഒരു ആത്മീയമായിട്ടും ശാരീരികമായിട്ടും ഉയർച്ചക്ക് അതൊരു കാരണവും അല്ലേ? ഓക്കെ, അടിപൊളി. നമ്മൾ സെൽഫ് പ്രൊട്ടക്ഷൻ. ഓക്കെ, പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ പോലത്തെ ആളുകൾ കഴിയുമ്പോൾ നല്ല എല്ലാ ശാരീരിക ആരോഗ്യമുള്ള ആളുകൾ ഇത് മനസ്സിലാക്കുന്നില്ല എന്ന സത്യം അല്ലേ? അതായത് ഒരുപാട് പേർക്ക് ഇങ്ങനെ കളരി റോങ് ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇത് പഠിച്ചിട്ട് കാര്യമില്ല തോന്നുന്നുണ്ട്. അതെ. പക്ഷെ നമ്മളിത് പഠിക്കുന്നത് നമ്മളെ സേഫ്റ്റിക്ക്, മറ്റുള്ളവരെ സേഫ്റ്റിക്കാണ്. ആണ്. അതെ. പക്ഷെ സമൂഹത്തിൽ നല്ല ഒരു റോൾ മോഡൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് അല്ലേ? അതായത് ഇപ്പൊ ജാക്കി ചാൻ ആയിക്കോട്ടെ, ബ്രൂസ് ലീ ആയിക്കോട്ടെ. കാരണം അവരൊക്കെ പ്രൊഫഷണൽ മാർഷൽ ആർട്സ് റെസ്ലറല്ല, ഫൈറ്റേഴ്സ്. നമ്മളെ മണ്ണാർക്കാടുള്ള ഷിബി നിങ്ങൾ കേട്ടിട്ടില്ലേ? അവരുടെ വീട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അവർ കളരിയെ പറ്റിയും മാർഷൽ ആർട്സിനെ പറ്റിയൊക്കെ വളരെയധികം വാനോളം പുകഴ്ത്തുന്ന ഒരു അവസ്ഥ. ഇതൊക്കെ ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ആളുകൾക്ക് വലിയൊരു പ്രചോദനമാണ് കേട്ടോ. ഓക്കെ, 65 വയസ്സായ ആൾക്കാർക്ക് 85, കാരണം അവർക്കൊക്കെ നല്ല പ്രായം ഇതൊക്കെ ഇല്ലേ. എന്നിട്ട് അവരൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആരോഗ്യം നിലനിർത്താൻ കഴിയും പെട്ടെന്ന്. പിന്നെ എന്താ അവരുടെ ഹെൽത്ത് 600% ഓക്കെ.